എന്താ പറ്റി ഇന്നങ്ങ് കുളിച്ച് ഇന്ന് കുളിച്ച് റെഡി ആയിരിക്കും. ഇന്നെല്ലാരും നേരത്തെ കുളിച്ചോ? ആ പിടിച്ചു പിടിച്ചു. ഇവിടെ ഞാൻ വിളിച്ച് ഒരു പരിപാടി. ആ ഞാന് കുഞ്ഞാ എന്തൊക്കെയുണ്ട്? ഇല്ല ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത്ര എന്തായാലും അടയ്ക്കണ്ട, കഴിയുന്നത്രയും കുറയ്ക്കാവുന്ന പറഞ്ഞു. അങ്ങോട്ട് പോ, മാമി പാപ്പട്ടരാ, അങ്ങോട്ട് പോ. എന്ത് വിളിച്ചോ? അത്ര വിളിച്ചു. വിളിക്കുമ്പോ നമ്മളോട് സംസാരിക്കുന്ന ആ ഉദ്യോഗസ്ഥരുടെ ഇതുപോലെ എഴുന്നേറ്റേ. കുഞ്ഞാക്ക് അടി വരുന്നു. ഒരു വടി എടുത്തേ കുഞ്ഞോ, ജാനിക്കുട്ടി ഒരു വടി എടുത്തോണ്ട് വാ. ഇങ്ങോട്ട് വാ. കുഞ്ഞാക്ക് മാമി എന്തോ കൊണ്ടുവന്ന അവിടെ വെച്ചാ ഇപ്പൊ കൊണ്ടുവരാത്ത മോനിച്ചേട്ടന് കൊടുക്കാം. അത് എനിക്കിതാ, എനിക്ക് എന്നാ തിന്നു. അവന് വേറെ പാലില്ല. ഒരു മുറ ഇട്ടോണ്ട് കഴിഞ്ഞു. അവയില് വെക്കാൻ പറ്റുണ്ടോ? ഒന്നുമില്ല. അവയില് വെക്കാന് വേണോന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് മോനിച്ചേട്ടന് ദിവസം കൊണ്ട് ഞാൻ പൊട്ടിച്ചത് കഴിക്ക, പൊട്ടിച്ചത് കഴിക്ക. അതിലൊക്കെ എത്ര വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അരക്കണം. കടല 2 എണ്ണോ ഞാൻ പറഞ്ഞ എണ്ണ 1 കിലോ. എത്ര? 50ഓ? കുഞ്ഞാനിക്കിതാ. കൊതു പാലെടുക്കാനും പോണ നിരത്തില്ല. ഞാൻ എന്റെ ഫോണിൽ എടുത്തോണ്ട് വന്നേ, അത് ഇട്ടിട്ട് മതി. പോരാ 3 മിനിറ്റ് മതി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവല് നനച്ചത് രാവിലെ ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കി. അപ്പോഴാണ് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിത്തമില്ല, ക്ലാസ് ഉണ്ട്, കൊണ്ടുവിടണം.
ഓട്ടോ വരത്തില്ലായിരുന്നു. ഓട്ടോ രാവിലെ കൊണ്ടുവിട്ടാൽ തിരിച്ചു വരാൻ ഓട്ടോ കിട്ടത്തില്ലല്ലോ വൈകുന്നേരം. അപ്പം ഞാൻ ആ ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് ഞാൻ വിട്ടില്ല. മോനിക്കുട്ടനെയും വിട്ടില്ല, ജാനിക്കുട്ടിയും പോയില്ല. അപ്പോൾ അവർക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ അവർ കൊടുത്തിട്ട് പോയി നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ നനച്ച് ഇരിപ്പിച്ചിട്ട് തന്നതാണ്. പിന്നെ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. ക്യാരറ്റും ഇഞ്ചിയും ബീട്രൂട്ടും ക്യാപ്സിക്കും ഒക്കെ വാങ്ങിച്ച്. പിന്നെ കൂർക്ക മേടിച്ചിട്ടുണ്ട്. പിന്നെ മധുരക്കിഴങ്ങ് മേടിച്ചു. അത് കുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കണം. അപ്പം അത് അവൾക്ക് കൊടുത്തു. ഇതിനകത്ത് ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്ക് പക്ഷെ മധുരക്കിഴങ്ങിനോട് അത്ര ഇഷ്ടമല്ല. എന്നാലും പക്ഷെ അവൾ പുഴുങ്ങിയിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ നാളെ മോനുകുട്ടൻ ഇവിടെ പോവാണ്, ടൂറിന് പോവാണ്. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവിടണം. ഇന്നലെ സന്ധ്യയ്ക്ക് നമ്മുടെ ഇവിടെ എല്ലാം ഭയങ്കര പന്നിയുടെ ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. രാവിലെ എങ്ങനെയാ കൊണ്ടുവിടുന്നേ, തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെ വരണം എന്നൊക്കെ ഉള്ളൊരിതുകൊണ്ട് നോക്കണം. പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പം ഒരാൾ പറഞ്ഞു ആ കാടിനകത്തൂടെ പോകുന്നത് കാണുമ്പോൾ പേടിയാണ്. കാടൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. അതിൻ്റെ അപ്പുറത്തെ ഒരു പറമ്പാണ്, അവിടെ റബ്ബറാണ്. ആ റബ്ബറിനകത്താണ് ഈ പന്നി വന്നത്. ഞാൻ കാണിക്കും. ഇപ്പം ഇച്ചിരി ഇരുട്ടി, നോക്കട്ടെ. കണ്ടോ, നമ്മുടെ ഈ വീടിൻ്റെ ആ റബ്ബർ നിൽക്കുന്നുണ്ട്. ആ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടുകാരുടെ റബ്ബറാണ്. അത് ആ കരിയിലക്കകത്താണ് ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ഇതാണ് നമ്മൾ അമ്മയുടെ അടുക്കലോട്ട് പോകുന്ന വഴി. കാടൊന്നുമല്ല, നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പം തോന്നുന്നത് കേട്ടോ. തൊട്ട് മുകളിൽ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്. ഇവിടെയൊക്കെ ആളും ബഹളവും ഒക്കെ ഉള്ളിടമാണ് കേട്ടോ. ഇരുട്ടത്ത് നമുക്ക് തോന്നുന്നതാണ് ഒത്തിരി കാട് കയറി കിടക്കുവാന്നൊക്കെ. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ പന്നിയുടെ ശല്യം ഉണ്ട്. പിന്നെ പന്നി കുറുവ ചാടിയാണ്. നമ്മുടെ ഇവിടെ ഒരു പയ്യൻ ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ബൈക്കിൽ നിന്ന് വീണ് പയ്യൻ മരിച്ചുപോയി. പന്നി കുറുവ ചാടിയതാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ അപകടങ്ങളൊക്കെ ഇപ്പം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. നമ്മളതൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മളിത് കണ്ടിട്ടില്ലായിരുന്നു. ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. രാവിലെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ മോൻകുട്ടനെ കൊടുത്തു വിടാൻ കുറച്ച് സ്നാക്സ് മേടിച്ചതാണ്. ഈ ബിസ്ക്കറ്റ്, ABCD ബിസ്ക്കറ്റ്, പിന്നെ ഈ മസാല ബിസ്ക്കറ്റ് ആണ് ഇഷ്ടമാണ്. ഇത് രണ്ടും കൊടുത്തു വിടാം. അധികം ഒന്നും വേണ്ടല്ലോ, കൊടുത്തു വിടാമെന്ന് നോക്കി. പിന്നെ ഞാനൊരു പാക്കറ്റ് പപ്പടവും ദിവസത്തേക്ക് മുറുക്കാണ്. ഈ മുറുക്ക് ഞാൻ ഇന്ന് കണ്ടപ്പോൾ 3-4 കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. നാളെ കൊണ്ടുപോകാൻ. പിന്നെ ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചു, പാല് മേടിച്ചു. അത്ര സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു. പിന്നെ ഈ സോപ്പ്, സർഫ് എക്സലിൻ്റെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ തുണിയൊക്കെ കഴുകുമ്പോഴേ സോപ്പ് വേണം. ഇരുന്ന് കഴിഞ്ഞാൽ കല്ല് പിടിച്ച് ചൂടത്തിരുന്ന് കല്ലിച്ചു പോയി. അത് ഇരിപ്പുണ്ടായിരുന്നോന്ന് ഓർക്കുന്നില്ല. സോപ്പ് നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണും. നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ടു. 2 പേരും വന്ന് മിണ്ടിയിട്ട് പോയി. ഒരാൾ പന്തളത്തുള്ളതാണ്. പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് ഇവിടെ കറികളൊന്നുമില്ല, ചോറിരിപ്പുണ്ട്. മോൻകുട്ടൻ കുറേ നാളായിട്ട് പുളിച്ചോറ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി വെക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കറികളുള്ളപ്പം പുളിച്ചോറ് വെക്കുന്നത് വേസ്റ്റ് ആകത്തില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും കറികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുളിച്ചോറ് വെക്കാം. ഞാനെന്നാൽ ഒന്ന് കുളിച്ച് ജപിച്ചിട്ട് വരാം. മോൻകുട്ടൻ ട്യൂഷന് പോയി വിളിച്ചിട്ട് വരാം, എന്നിട്ട് കുളിക്കാം എന്നും വിചാരമുണ്ട്. കാരണം സന്ധ്യയാവും. പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പുളിച്ചോറുണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. എനിക്ക് ക്യാപ്സിക്കം അതിനാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഒരെണ്ണം അതിനകത്ത് ചെറുതായിട്ട് നരിഞ്ഞിടാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് ഇത്രയൊക്കെയുള്ള വിശേഷം. മുത്തിൻ്റെ എക്സാം ഇന്ന് മോഡൽ എക്സാം ആയിരുന്നു, ലാബിൻ്റെ മോഡൽ എക്സാം ആയിരുന്നു. ഇനി 4-ാം തീയതി ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് ലാബ് എക്സാം, ശരിക്കുമുള്ള ലാബ് എക്സാം ഉണ്ട്. അത് 11-ാം തീയതി എങ്ങാണ്ട് കഴിയും. അത് കഴിയുമ്പോൾ കുട്ടികളെല്ലാം നാട്ടിൽ വരുന്നുണ്ട്. അപ്പം മുത്തും വരും. അപ്പോൾ ടിക്കറ്റൊക്കെ നോക്കുന്നുണ്ട്. അപ്പം എന്നത്തേക്കാ തിരിച്ചു പോകുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വന്ന് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പ്രിയങ്ങൾ മുത്തിൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവന് ടെൻഷനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിക്കൊന്നും വേണ്ട, നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം കേട്ടോ. എന്താ പറയുന്നത്, ഞാൻ അവൻ ടെൻഷൻ അടിക്കുന്ന കാര്യം ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അവനെ പോലെ കുറേ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ നമ്മൾ പറയുമ്പോൾ
അങ്ങനെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, സമാധാനത്തോടെ ഇരുന്നാൽ മതി, റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴും നമ്മുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴൊക്കെ അവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാര്യമൊക്കെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ ഇപ്പം വരും. അവർ നനച്ചു. പിന്നെ എന്തുവാ ഇനി വേണ്ടിയത് നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. അല്ലെ അത് പന്നിയെ കണ്ട് പേടിച്ചോണ്ട് ഇന്ന് നേരത്തെ ഇങ്ങ് പോകുന്നത്. അത് മാത്രമല്ല നാളെ ടൂറിന് പോകണമല്ലോ, അപ്പൊ എല്ലാം ഒന്ന് എടുത്തൊക്കെ വെക്കണം. ഞാന് വിക്സ് മുട്ടായി, മെലഡി, കോപ്പിക്കോ ഇതെല്ലാം 2 എണ്ണം വീതം വേണമെന്ന് പറഞ്ഞു. ഞാൻ 5 എണ്ണം വീതം മേടിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കൂടെ കൊടുക്കട്ടെന്ന് വിചാരിച്ചു. നേരത്തെ കണ്ണ് ഉറങ്ങണം. അലാറം വെച്ചിട്ട് ഇതേമേ എഴുന്നേക്കാൻ കണം താമസിക്കുവോ, ആരും വിളിക്കാനില്ല. ഒരു ജോഡി ഡ്രസ്സും പിന്നെ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കൊണ്ടില്ല പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വെള്ളം ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല. ഒരു പാർക്കിൽ പോയിട്ട് അവിടെ നല്ല ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തണുത്ത ഒന്നും മേടിച്ചു കൊടുക്കണ്ട. ഇതൊക്കെ ആ പ്ലാന് കണ്ടോ. ആദ്യമായിട്ട് തന്നെ പോവാ. കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ എടുത്ത് വെച്ചു. ഡ്രസ്സ് ഒരു ജോഡി കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ തന്നെത്താനെ വെള്ളം കൊണ്ടുവരണമെന്ന് വെള്ളം വരെ നിറച്ച് റെഡിയാക്കി വെച്ചു. രാത്രിയിലത്തേക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. എനിക്ക് രാവിലത്തെ എനിക്ക് അറിയത്തില്ല, ഞാൻ എഴുന്നേക്കോ അലാറം വെച്ചാൽ കേൾക്കുള്ളൂ ഒന്നും എനിക്കറിയത്തില്ല. ഉറക്കം വരുന്നിടം വരെയുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ചത്ത് കിടക്കുവെന്നും പറയത്തില്ല, അതുപോലെ കിടക്കുക. പുളിച്ചോറ് ഉണ്ടാക്കുന്ന പുളിച്ചോറ് വേണം, പുളി കഴിയും വേണ്ട, പുളിയുടെ മണം വരുന്നു. പുളി എടുത്താൽ എനിക്ക് ഇച്ചിരി കഴിക്കണം. അങ്ങനെ ആ കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ പുളി കഴിച്ചോ. കുറച്ച് കടലപ്പരിപ്പിടാവേ. പാത്രം അടുക്കി വെച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് ഇച്ചിരി സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. മോനിക്കുട്ടൻ ജാമ എടുത്തിട്ടുണ്ട്. സവാള ഞാൻ അതിനകത്തോട്ടങ്ങ് അരിയുക കേട്ടോ. വലിയ വെളുത്തുള്ളി കേട്ടോ, അതുകൊണ്ട് 2 എണ്ണം ഞാൻ ഇതിനകത്ത് ഇടുവാണ്. സവാള നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടില്ല, അതേപോലെ കിടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി മേടിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഇട്ട് വെക്കണം. ഇവിടെ ഉണ്ട്, ഇവിടെ ഞാൻ ഇട്ടോളാം. അരിഞ്ഞ് നമ്മള് സവാളയുടെ കൂട്ട് തന്നെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ട് നിൽക്കും. ഉണ്ടോ? അപ്പൊ അത് പച്ചമണം മാറുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞത് അതിനകത്ത് ചേർക്കും. പുളി പിഴിഞ്ഞല്ല, പുളി വെള്ളം, പിന്നെ ചോറും ചേർക്കും. അത്രേ ഉള്ളൂ കാര്യം, വലിയ സംഭവമൊന്നുമില്ല. തുണി എടുത്തോളൂ. നമ്മുടെ പുളി തിളയ്ക്കുന്നതേ ഉള്ളൂ. പുളി തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക. ഇനി ഇത് കുറച്ച് കുറുകുമ്പോഴാണ്, ചുവന്നുള്ളി അല്ല, സവാളയും വെളുത്തുള്ളിയും ക്യാപ്സിക്കവും പിന്നെ കടലപ്പരിപ്പുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതെല്ലാം ഈ പുളിവെള്ളത്തിൽ
ഇങ്ങനെ കിടന്ന് തിളച്ച് ഇതങ്ങ് കുറുകണം. കുറുകുമ്പോഴാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. കുറുകി വരാറായി. നല്ല സുഖം. എല്ലാം കുറുകി റെഡിയായി. നമ്മൾ ഇനി ഇതിനകത്ത് ചോറിട്ട് കൊടുക്കും കേട്ടോ. വെള്ളച്ചോറായിരിക്കുന്നേ. അതുകൊണ്ടാണ് നമ്മൾക്ക് പുളിച്ചോറുണ്ടാക്കാൻ ഒരു ഉത്സാഹം തോന്നിയത്. മണലൊക്കെ താഴെ പോകും. മുട്ട വറക്കണ്ടേ? അല്ല, സ്പെഷ്യൽ മുട്ടയാണ്. ചുമ്മാ ഓരോ വട്ട് കാണിക്കും നിങ്ങളെ. ഞാനത് സ്പെഷ്യലാണ് പറഞ്ഞ് കാണിക്കും. എൻ്റെ വട്ടൊക്കെ എനിക്ക് സ്പെഷ്യലാണ്. ചുമ്മാ കേട്ടോ. കഴിക്കാൻ എനിക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ലതാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ എടുത്തുള്ളേ. ചൂട് പുളിച്ചോറ് റെഡിയായി. പപ്പടം കാച്ചണോ? പുളിച്ചോറ് മാത്രമേ. ഇത് ഡ്രൈ ആയി വട്ടെ. പപ്പടം മേടിച്ചോണ്ട് വെച്ചത് കാച്ചാന്ന് വിചാരിച്ച് പപ്പടം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 2 മുട്ട വറക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കണമല്ലോ. മുട്ട വറക്കാം കേട്ടോ. പപ്പടം. ആഹാ, എന്നാ പിന്നെ പപ്പടവും കൂടെ അനുഭവത്തോളാം. പപ്പടം എടുക്കും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് അടച്ചു വെക്കാവേ. ഷേപ്പിലെടുക്കട്ടെ. ഈ ഒരു ബൗളിന്റെ ഷേപ്പില് ഒരു വെള്ളമാക്കി മാറ്റി എന്നിട്ട് ആ ഷേപ്പിൽ ഉണ്ടാക്കും. ഞങ്ങളല്ലേ മണ്ണ് വെച്ച് ഒരു പാത്രത്തിൽ നിൽക്കും. പപ്പടം കാച്ചില്ല കേട്ടോ. പപ്പടം വേണ്ടെന്ന് പറഞ്ഞു. മുട്ട ഉള്ളതുകൊണ്ട് അപ്പോൾ പപ്പട കാശ ഓർത്ത് വെച്ചേക്കുവാണ്. പക്ഷെ മുട്ട ഉള്ളതുകൊണ്ട് കഴിക്കാൻ തോന്നി. മുട്ട ഉണ്ടപ്പം വൈകുന്നേരം അങ്ങനെ വെച്ചേക്ക്. നമുക്ക് ചോറ് വിളമ്പാം. മോനിക്കുട്ടൻ്റെ ചോറ്. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാട്ടോ. മോനിക്കുട്ടൻ കഴിക്കാൻ പോവാണ്. ഞാനും കഴിക്കാൻ പോയി. എനിക്ക് പിന്നെ ഇങ്ങനെ ഷേപ്പ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വീഡിയോ എടുത്തതാട്ടോ. ഞാൻ ഷേപ്പ് ഒന്നും എടുക്കുന്നില്ല. മോനിക്കുട്ടന് ഷേപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബൗളിനകത്താക്കിയെന്നേ ഉള്ളൂ. ഞാൻ അമ്മയ്ക്ക് ഷേപ്പ് ഉണ്ടാക്കി. ആരെങ്കിലും കഴിച്ചു. മോനിക്കുട്ടന് വേണേൽ മോനിക്കുട്ടൻ കഴിച്ചു. അപ്പം എൻ്റെ പ്രിയങ്ങളോടെല്ലാം ഇന്ന് ടാറ്റ പറയുന്ന സമയമായി. ഞങ്ങൾ കഴിച്ചിട്ട് നേരത്തെ കിടക്കട്ടെ. മോനിക്കുട്ടന് പോകണമല്ലോ രാവിലെ. അപ്പോൾ see you. കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളെ, ചക്കര മുത്തുമണികളെ, എല്ലാവരോടും സ്നേഹം. നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ. See you. ഞാൻ നാളെ കാണത്തില്ല. 10 മണിയാവുമ്പോ വരത്തു. ഓ എൻ്റെ ദൈവമേ. എന്തോ അറിയാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.